ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് സ്മിത. ഹായ്. അപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ 7 പേർ കൊല്ലപ്പെട്ടു എന്നത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ വരുന്നത് കൂടുതലുണ്ടോ എന്ന കാര്യം അറിയില്ല. കെട്ടിടങ്ങൾ തകർന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ ഏതാണ്ട് ഗാസ ഫോർമാറ്റിലൊക്കെ നമ്മൾ അത്രയൊന്നും ഭീകരമായിട്ടല്ലെങ്കിൽ കൂടി നമ്മൾ കണ്ടതാണ്. അതൊന്നും ഇസ്രായേലിന് എന്തായാലും അതിൻ്റെ അടുത്ത കാലത്ത് പരിചിതമായ ദൃശ്യങ്ങളല്ല. അതേസമയം ഇറാൻ എണ്ണപ്പാടങ്ങളിൽ തീ വിതയ്ക്കുന്നു. ഇറാനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച റഷ്യൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുന്നത് കണ്ടു. ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അപ്പോൾ മധ്യേഷ്യ മൊത്തം ഏത് കാലത്ത് അവിടെ സമാധാനം പുലരും എന്ന സംശയം ഉണ്ടാവുന്ന രീതിയിൽ രക്തരൂക്ഷിതവും രക്തഭരിതമാകുന്നു. ജെയിംസ്, ഹാഷ്മി, സ്മിത, പശ്ചിമേഷ്യ യഥാർത്ഥത്തിൽ കത്തുകയാണ്. ഇന്നലെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പറഞ്ഞത് ടെഹ്റാൻ കത്തുമെന്നാണ്. ഇന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ടെഹ്റാൻ കത്തുകയാണ്. പക്ഷെ ഒരുപക്ഷെ ഈ അടി ഇസ്രായേൽ ഏകപക്ഷീയമായി ഗസയിലും ലെബനിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത് അതിലും ഏറെയുള്ളൊരു വലിയ അടിയാണ്. കാരണം ഫ്രൈഡേ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി 2 വേവ് ഓഫ് അറ്റാക്കാണ് നടത്തിയത് ഇറാൻ. ആദ്യം 100 ഡ്രോണുകൾ, പിന്നെ 100ഓളം മിസൈലുകൾ. അതിൽ വലിയ കാര്യമായ പരിക്ക് ഇസ്രായേലിന് പറ്റിയിരുന്നില്ല. പക്ഷേ പലയിടത്തൊക്കെ തീഗോളങ്ങളുണ്ടായി. ടെല്ലവീവിലും ജെറുസലമിലും അറ്റാക്ക് ഉണ്ടായി. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള, ഇന്ന് പുലർച്ചെ എന്ന് വേണമെങ്കിൽ പറയാം, നടന്നിട്ടുള്ള ഇറാന്റെ തിരിച്ചടി, ഒരു രാത്രി മുഴുവൻ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ ആകാശത്ത് തീ വർഷിക്കുകയായിരുന്നു. അതിൽ പലതും വന്ന് ടെഹ്റാനിലും ജെറൂസലമിലും വീണു. അവിടെ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങൾ, കാറുകൾ കത്തിച്ചാമ്പലായതിൻ്റെ ഇപ്പോൾ 7 എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്റർനാഷണൽ മീഡിയയിലും ഇവിടെയൊക്കെ വരുന്നത് മരണസംഖ്യ 8 എന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 8 പേർ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അമ്പരപ്പാണ്. കാരണം ഗസയിലെ യുദ്ധത്തിൽ പോലും ഇസ്രായേൽ ചെറുത്തു നിൽക്കുകയാണ് ചെയ്തത്. അവരുടെ അയൺ ഡോമുകൾ, അതുപോലെ തന്നെ അമേരിക്കയുടെ ലോകോത്തര നിലവാരമുള്ള പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം, ഇത് വെച്ചെല്ലാം തടഞ്ഞിടുകയായിരുന്നു. പക്ഷേ ഇന്നലെ 200 മിസൈലുകളാണ്. മിനിഞ്ഞാന്ന് 100 ആയിരുന്നെങ്കിൽ ഈ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ 200ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് ശരിക്കും പരിക്കേറ്റിട്ടുണ്ട്. 8 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും കൂടാനാണ് സാധ്യത. അവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ വലിയ രീതിയിൽ കടത്തുന്നില്ല. അൽ ജസീറ അടക്കമുള്ള ഗൾഫിൽ നിന്നുള്ള മാധ്യമങ്ങൾക്കും പ്രവേശനമില്ല. അതുകൊണ്ട് യഥാർത്ഥ സംഖ്യ ഇനി പുറത്തു വരികയുള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പ്രതീക്ഷയേക്കാൾ വലിയ അടിയാണ് ഇറാനിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് കണ്ട് ഇസ്രായേൽ വെറുതെ ഇരിക്കുന്നു എന്ന് കരുതേണ്ട. ഇസ്രായേൽ ആദ്യം സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളെയുമാണ് ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ അവർ ആക്രമിക്കുന്നത് ഇറാൻ ലോകത്തിലെ തന്നെ വലിയ പെട്രോളും ഡീസലും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പ്രധാന എണ്ണപ്പാടങ്ങൾ നിന്ന് കത്തുകയാണ്. പ്രത്യേകിച്ച് ടെഹ്റാന് സൗത്ത് വെസ്റ്റ് ഉള്ള എണ്ണപ്പാടം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാങ്കലില്, സഹ്റാനില് അടക്കമുള്ള പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങൾ മുഴുവൻ കത്തുകയാണ്. അപ്പോൾ അവിടെയും 80 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ കണക്കുകൾ കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള മിസൈൽ യുദ്ധം ആ തരത്തിൽ തന്നെ തുടരുകയാണ്. ഇതിനിടയിലാണ് റഷ്യയുടെ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ചർച്ച നടത്തിയത്. അതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ അതിശക്തമായിട്ടുള്ള വിമർശനവും എതിർപ്പും വന്നത്. ഇറാനെ കയറി ആക്രമിച്ചതിനെ കനത്ത ഭാഷയിൽ അദ്ദേഹം അപലപിച്ചു. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു കടം ബാക്കിയുണ്ട് ഹാഷ്മി. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിൽ ആയുധങ്ങൾ പോരാതെ വന്നപ്പോൾ ഈ മറുചുരിക കൊടുത്തു എന്ന് പറയുന്ന പോലെ ആയിരക്കണക്കിന് ഡ്രോണുകളാണ്, ഷഹേദ് ഡ്രോണുകളാണ് ഇറാൻ റഷ്യക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർ വലിയ അടുത്ത സുഹൃത്തുക്കളാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് പ്രതികരിച്ചേ പറ്റൂ. ഇസ്രായേൽ കയറി ഇറാനിൽ ആക്രമിച്ചത് തെറ്റാണെന്നും ഒരു തരത്തിൽ അംഗീകരിക്കാനാവില്ലെന്നും റഷ്യ പറഞ്ഞിരിക്കുന്നു. എന്തായാലും സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാമെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. പുടിൻ ഇറാനോട് സംസാരിക്കും. അമേരിക്ക, ഇസ്രായേലിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിക്കും. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരുമെന്നറിയില്ല. ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. ഖത്തറിൻ്റെ അമീർ ഷെയ്ഖ് അൽത്താനി, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമായി ചർച്ച നടത്തി. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ, സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ,
ഇറാന്റെ അധികൃതരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊക്കെ പ്രശ്നം തീരാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഒമാനിൽ നടക്കാനിരുന്ന അമേരിക്ക ഇറാൻ ആണവ ചർച്ച റദ്ദാക്കി, 6ാം റൗണ്ട് ചർച്ചയായിരുന്നു, അത് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇനിയൊരു മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമല്ല എന്നാണ്. ഒരു കാര്യം കൂടി ഉള്ളത് സ്മിത, ഗസയിൽ ഇതിനിടയിൽ ഇറാനിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഗസയിലും ആക്രമണം തുടരുകയാണ്. അവിടെ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതങ്ങനെ നടക്കുന്നു. ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ ഇങ്ങനെ സംഘർഷ രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല, 100-ൽ താഴെ മിസൈലുകൾ വന്നു, അതിൽ കൂടുതലും നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം തന്നെ എത്തുന്നുണ്ട്. പക്ഷേ അമേരിക്കയിൽ മറ്റൊരു കാര്യം, ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ ഒരു പീസ് മേക്കർ എന്നുള്ള നിലയിൽ ആ ഒരു ഇമേജൊക്കെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴും അകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, വലിയ പ്രതിഷേധങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജോ ബൈഡന്റെ കാലത്ത് ഈ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാതിരുന്ന, അന്ന് തോറ്റ 2020 ട്രംപ് തോറ്റിരുന്നു. ആ സമയത്ത് ട്രംപിനെ അനുകൂലിക്കുന്നവർ പാർലമെന്റിലേക്ക് ഇരച്ചു കയറുകയും അത് പാർലമെന്റ് ആക്രമണം രാജ്യത്തിന് നേരെയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ അനുകൂലികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ന് ട്രംപിന്റെ ജന്മദിനമാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു രാജാവിനെ പോലെ, എലോൺ മസ്കിനെ പോലെയുള്ള പ്രഭുക്കന്മാരെയൊക്കെ വെച്ച് ഭരിച്ചു എന്നുള്ള ആരോപണവുമായിട്ടാണ് അവിടെ പിരിച്ചുവിട്ട 10,000-കണക്കിന് സർക്കാർ ജീവനക്കാർ ആദ്യം രംഗത്തിറങ്ങിയത്. ഇപ്പോൾ വന്നിരിക്കുന്നത് കാലിഫോർണിയ, ഒരുപക്ഷെ ഡെമോക്രാറ്റുകളുടെ ട്രംപ് വിരുദ്ധരുടെ ഒരു വലിയ കേന്ദ്രമാണ്. അവിടെ മത്സരിക്കുന്ന ആൾക്കാരൊക്കെ ജയിക്കുന്നത് 25 ലക്ഷം 30 ലക്ഷം വോട്ടിനൊക്കെയാണ് പലപ്പോഴും കൂടുതൽ ലഭിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയേക്കാൾ. ട്രംപിന് കഴിഞ്ഞ തവണയും കാലിഫോർണിയയിൽ നിന്ന് അവരുടെ പ്രതിനിധികളെ കിട്ടിയില്ല. ഭൂരിപക്ഷം എല്ലാം പോയത് ഡെമോക്രാറ്റുകൾക്കാണ്. കമല ഹാരിസിൻ്റെ കേന്ദ്രമാണ്, പല നേതാക്കളുടെയും കേന്ദ്രമാണ്. അവിടെയാണ്, ലോസ് ഏഞ്ചൽസിലാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭം ആരംഭിച്ചത്. അത് ശക്തിയായിരിക്കുന്നതെന്ന് മാത്രമല്ല, ട്രംപ് അവിടേക്ക് നാഷണൽ ഗാർഡുകളെ അയച്ചു. ആദ്യം 2000, പിന്നെ 700. ഈ നാഷണൽ ഗാർഡുകളെ അയക്കണമെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ച് ഫെഡറൽ സർക്കാർ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭരണകൂടം അവിടുത്തെ ഗവർണറുടെ അനുമതി മേടിക്കണം. അവിടുത്തെ ഗവർണർ ഡെമോക്രാറ്റിക് ഗവർണറാണ് ഗാവിൻ ന്യൂസം. അദ്ദേഹത്തോട് ചോദിക്കാതെ ഇത്രയും പേരെ അയച്ചു. അദ്ദേഹം കോടതിയിൽ പോയി. കോടതി ഗവർണറുടെ നിലപാട് ശരിയാണ്, ഗവർണറുടെ അനുമതിയില്ലാതെ അയക്കാൻ പാടില്ലായിരുന്നു, തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനെ ചൊല്ലി അപ്പീലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിനിടയിലാണ് അവിടുത്തെ പോലീസിനെ അവഗണിച്ചുകൊണ്ട് സൈന്യം കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ വീടുകളിൽ, അവിടെ കടകളിലൊക്കെ വലിയ രീതിയിൽ റെയ്ഡ് നടക്കുന്നു. അതിനെതിരെയാണ് 10,000-കണക്കിന് കുടിയേറ്റക്കാർ സമരവും പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത്. അവർ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി, കാറുകൾ കത്തിക്കുന്നു അവിടെ വലിയ രീതിയിൽ. ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ നിന്ന് അത് ആദ്യം 9 നഗരങ്ങളിലേക്ക്, ഇപ്പോൾ അമേരിക്കയിൽ മുഴുവൻ പ്രതിഷേധ കൊടുങ്കാറ്റായി ആഞ്ഞു വീശുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അതിനിടയിൽ തന്നെയാണ് ട്രംപിൻ്റെ ജന്മദിനത്തിൽ സൈനിക പരേഡ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് സൈനിക പരേഡ് അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രൗഢിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് തെരുവുകളിൽ 10,000-കണക്കിന് പ്രത്യേകിച്ച് വെളുത്ത വർഗ്ഗക്കാരല്ലാത്ത കുടിയേറ്റക്കാരായിട്ടുള്ള ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന്, യൂറോപ്പിൽ നിന്നുള്ള അമേരിക്കക്കാരും ഒരുപക്ഷെ അനധികൃത കുടിയേറ്റക്കാരും ഉണ്ടാവാം. ഇവരെയൊക്കെ ചങ്ങല വെച്ച് പുറത്തേക്ക് അയച്ചുകൊണ്ടിരിക്കണം. അതിനെതിരെ ഒരുപക്ഷെ സമീപകാലത്ത് അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ഗൾഫിലും റഷ്യയിലും മറ്റ് യുക്രൈനിലൊക്കെ ഇടപെടാൻ നടക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് വലിയ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ നിൽക്കുകയാണ് ജന്മദിനത്തിൽ ട്രംപ് ഇതിനെങ്ങനെ അതിജീവിക്കുമെന്ന് അറിയില്ല. ട്രംപ് ഇനിയും അടിച്ചമർത്തുമെന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ വെളുത്ത വംശജരായിട്ടുള്ള ആൾക്കാരാണ് ട്രംപിന് അധികാരത്തിലെത്തിയത്. അതിന് അവരോടുള്ള കടപ്പാട് തീർക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയിൽ എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഹാഷ്മി, സ്മിത.